വേദപുസ്തകത്തിൽ ഒരേ സംഭവം 4 സുവിശേഷങ്ങളിലും ഉണ്ട്. അത് മറ്റൊന്നുമല്ല, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. ഈ കഥ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം. അറിയാത്തവർക്ക് വേണ്ടി എന്ന് പറയുകയാണ്, കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പം തരത്തിലെ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരത്ഭുതമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഒരു വലിയ പുരുഷാരം, ആയിരക്കണക്കിന് സ്ത്രീ പുരുഷന്മാരും കുഞ്ഞുങ്ങളും ഒക്കെ. അവർ യേശുവിൻ്റെ പ്രസംഗം കേട്ടിങ്ങനെ രാവിലെ മുതൽ ഇങ്ങനെ ഇരുന്ന് ഒരു വിജനമായൊരു സ്ഥലത്താണ് ഈ വലിയ പുരുഷാരം കൂടിയിരുന്നത്. അവരോടാണ് യേശു സംസാരിച്ചുകൊണ്ടേയിരുന്നത്. അപ്പം വൈകുന്നേരമായപ്പം ശിഷ്യന്മാർ പതുക്കെ വന്ന് ചെവി പറയുകയാണ്, യേശുവെ, ഇതൊരു വളരെ റിമോട്ടൊരു സ്ഥലമാണ്, ഇത് സന്ധ്യ ആവാൻ പോകുന്നു, ഇനി ഇവരൊക്കെ നടന്നങ്ങ് വീട്ടിൽ ചെല്ലാൻ ഒരുപാട് സമയമെടുക്കും, രാവിലെ തൊട്ട് ഇരിക്കുകയാണ്, ഇവർ വിശന്നിരിക്കുകയാണ്, ക്ഷീണിച്ച് കാണും, അതുകൊണ്ട് ഇവരെ പതുക്കെ അങ്ങ് പറഞ്ഞു വിടാം, അതായത് യോഗം തീർത്ത് അങ്ങ് വിടണമെന്നാണ് പറയുന്നത്. അപ്പോൾ യേശു പെട്ടെന്ന് അവരുടെ മുഖത്ത് നോക്കിയിട്ട്, നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. പെട്ടെന്ന് ശിഷ്യന്മാർ വന്നിട്ട് ഒരു ഞെട്ടി കാണും. എന്താ യേശു ഈ പറയുന്നത്? എന്തെടുത്ത് കൊടുക്കുമെന്നായി പറയുന്നത്? ഇവിടെ ഒന്നുമില്ല. ഒന്നാമത് വിജനമായൊരു സ്ഥലം, രണ്ടാമത് ആയിരക്കണക്കിന് ജനങ്ങൾ, മൂന്നാമത് പണമില്ല. ഇനി എങ്ങനെയെങ്കിലും പണം സംഘടിക്കാമെന്ന് വിചാരിച്ചാൽ ഇത്രയും ഭക്ഷണം ഇനി എവിടെ നിന്ന് കൊണ്ടുവരും? അപ്പം എല്ലാ അർത്ഥത്തിലും അസാധ്യങ്ങൾ മാത്രമാണ് ഈ ശിഷ്യന്മാർ കാണുന്നത്. പക്ഷെ എല്ലാവരുടെയും മുമ്പ് വെച്ച് യേശു ഈ ശിഷ്യന്മാരെ നോക്കിയിട്ട്, നിങ്ങൾ ഇവർക്ക് കഴിക്കാൻ കൊടുക്കുക എന്നങ്ങ് പറഞ്ഞു. അതാകെ തെറ്റിദ്ധാരണയായിക്കാണ്. ജനങ്ങൾ എന്ത് വിചാരിച്ചു കാണും? ഇവിടെ എന്തെങ്കിലും ഭക്ഷണത്തിലുള്ള വകുപ്പ് കണ്ടു കാണും. അതുകൊണ്ടല്ലേ യേശു അങ്ങനെ പറഞ്ഞത്. ശിഷ്യന്മാരുടെ ഒരു മാനസികാവസ്ഥ ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. അവരെന്തായിരിക്കും ചിന്തിച്ചത്? ഇയാൾ എന്താ ഈ പറയുന്നത്? എവിടെ നിന്നെടുത്ത് കൊടുക്കും? കൊടുക്കണേ തന്നെ പൈസയാണല്ലോ. ഇതൊരു വല്ലാത്ത വിജനമായൊരു സ്ഥലമല്ലേ, അതും ആയിരക്കണക്കിന് ജനം. പെട്ടെന്ന് ഒരു ശിഷ്യൻ ഓടിച്ചെന്നിട്ട് ഒരു കാൽക്കുലേറ്റർ എടുത്ത് കണക്ക് കൂട്ടി. എന്നിട്ട് അദ്ദേഹം എന്ന് പറയുകയാണ്, ഇത്രയും പേർക്ക് മിനിമം ഒരു കടിക്കുള്ള അപ്പമെങ്കിലും കൊടുക്കണമെങ്കിൽ 200 പണത്തിന് ഭക്ഷണം മേടിക്കണം. ഞാൻ ചിലപ്പം ചോദിക്കാറുണ്ട്, ഈ ബഡ്ജറ്റ് ഉണ്ടാക്കാൻ ആര് പറഞ്ഞു? പണത്തിൻ്റെ കണക്ക് അവിടെ ആരെങ്കിലും ചോദിച്ചു? അല്ലേ? അവിടെ ഫിലിപ്പോസ് എന്ന് പറഞ്ഞ ശിഷ്യനാണ് അത് ചെയ്തത്. കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റൊരു ശിഷ്യൻ, ആൻഡ്രൂസ്, അദ്ദേഹം പോയിട്ട് ആ ജനക്കൂട്ടരുടെ ഇടയിൽ കൂടെ ഒക്കെ ഒന്ന് പോയി ഒന്ന് പരതി നടന്നിട്ട് പെട്ടെന്ന് ഒരു കൊച്ചു പയ്യനെയും പിടിച്ചുകൊണ്ടിങ്ങനെ വന്നു. എന്നിട്ട് പറയാണ്, യേശു, അന്ന് ഞങ്ങളോട് ഇവർക്കെല്ലാം ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞില്ലേ? ഇവിടെ ഭക്ഷണം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. ആകെക്കൂടിയുള്ളത് വേണ്ട ഒരു പയ്യനുണ്ട്, ഇവൻ്റെ കയ്യിലൊരു പൊതിയുണ്ട്. പൊതി ഇവൻ്റെ അമ്മ ഇവന് കഴിക്കാൻ വേണ്ടി രാവിലെ പൊതിഞ്ഞ് കെട്ടിക്കൊടുത്താണ്. എന്തുകൊണ്ടോ ഇവൻ ഇതുവരെ കഴിച്ചില്ല. അതോ ഇനി അവൻ രാവിലെ തൊട്ട് കഴിച്ചു തുടങ്ങി എൻ്റെ ബാക്കിയിരുന്നയാണെന്ന് അറിയത്തില്ല. പൊതി തുറന്ന് നോക്കിയപ്പോൾ ഒരു 5 അപ്പവും ഒരു 2 മീനും, ഇത്രയേ ഉള്ളൂ. അപ്പം ആ കൊണ്ടുവന്ന ശിഷ്യൻ യേശുവിനോട് എല്ലാവരും കേൾക്കെ പറയുക, ഇത്ര ഇവിടെ ഭക്ഷണമെന്ന് പറയാനുള്ളൂ, ഇത് ഇത്രയും പേർക്ക് എന്താകും? ആയിരക്കണക്കിന് ജനമല്ലേ ഇവിടെ ഇരിക്കുന്നത്, ഈ ഒരു കൊച്ചു പൊതിയിലുള്ള ഭക്ഷണമേ ഇവിടെ ഉള്ളൂ, എന്താവും? ആ പയ്യൻ, ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ആ കൊച്ചു പയ്യൻ, അത് ഇംഗ്ലീഷിൽ ദർ ഇസ് എ ബോയ് ഹിയർ, ഇവിടെ ഒരു ബാലകനുണ്ട് എന്നാണ് മലയാളം ബൈബിളിൽ. തമിഴിൽ ഇங்கே ഒരു പയ്യൻ ഇരിക്കും. ഞങ്ങളുടെ തിരുവനന്തപുരം ഭാഷ പറഞ്ഞാൽ ഇവിടെ ഒരു പയലുണ്ട്, അവൻ്റെ ഒരു പൊതിയുണ്ട്, പൊതിയിൽ ഒരു 5 അപ്പവും 2 മീനും ഉണ്ട്. അപ്പം ഈ 5 അപ്പവും 2 മീനും ഈ കൊച്ചു പൊതി എന്തിനാകാനാണ്? എന്തിന് തികയാനാണ്? ഇതാണ് അവിടുത്തെ പ്രശ്നം. യേശു ഇതാ എന്ന് കയ്യിലോട്ട് മേടിച്ചിട്ട് അങ്ങ് വാഴ്ത്തി തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, വിളമ്പി കൊടുക്കാന്ന് പറഞ്ഞു. ആ കൊച്ചു പയ്യൻ ആ പൊതി കൊടുത്തു യേശുവിൻ്റെ കയ്യിൽ, അല്ലെങ്കിൽ യേശുവിൻ്റെ ശിഷ്യൻ്റെ കയ്യിൽ കൊടുത്തു. ആ കൊച്ചു പയ്യൻ്റെ ആ കൊച്ചു പൊതി അല്പം ആ യേശുവിൻ്റെ കൈ കൊടുത്തപ്പം യേശു കയ്യിലെടുത്ത് വാഴ്ത്തി അനുഗ്രഹിച്ചപ്പം പിന്നീടുള്ള കഥ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. അങ്ങോട്ട് വിളമ്പി അങ്ങോട്ട് കൊടുത്തു. പന്തിയായിട്ട് അങ്ങോട്ട് ആ പുല്ലുള്ളിടത്തൊക്കെ ഇരിക്കാൻ പറഞ്ഞു. എല്ലാവരും ഇരുന്നു. 5000 പുരുഷന്മാർ കഴിച്ചു കഴിഞ്ഞിട്ട് 12 കൊട്ട ബാക്കി വന്നെന്നാണ് ബൈബിൾ പറയുന്നത്. 5000 പുരുഷന്മാർ മാത്രം. അതിൻ്റെ അർത്ഥം സ്ത്രീകൾ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നിരിക്കും. അതുകൊണ്ടാണ് ഈ പയ്യനോട് വന്നത്. അപ്പം സ്ത്രീകൾ വേറെ, കുട്ടികളും വേറെ. എൻ്റെ കണക്കിൽ എത്രയായിരിക്കും? 5000 പുരുഷന്മാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ത്രീകൾ, കുട്ടികളാണ് ഏകദേശം 10,000 കണക്കിന് ജനമുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും പേർക്ക് നല്ല സമൃദ്ധമായിട്ട് ഭക്ഷണം കഴിക്കാൻ ഇടയായതിന് കാരണം ആ കൊച്ചു പയ്യൻ്റെ കൊച്ചു പൊതിയാണ്. എന്നെ കേൾക്കുന്ന കുട്ടികളോട് ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളുടെ കയ്യിലുള്ള അല്പം, നിങ്ങളുടെ കഴിവല്ല, നിങ്ങൾക്ക് പാടാൻ കഴിവുണ്ടോ? നിങ്ങൾക്ക് വരയ്ക്കാൻ കഴിവുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിവുണ്ടോ?
നിങ്ങളുടെ ആ കൊച്ചു കഴിവിനെ യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തേ. യേശു അത് കയ്യിലെടുത്ത് അനുഗ്രഹിച്ച് നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരുമ്പം നിങ്ങൾക്ക് മാത്രമല്ല അത് അനുഗ്രഹം, നിങ്ങൾ അനേകർക്ക് അനുഗ്രഹമായി തീരും. ഇന്ന് ഈ സംഭവത്തിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കണം. യേശുവിന് അത്ഭുതം ചെയ്യാൻ ഒരുപാടൊന്നും വേണ്ട, അല്ലേ? അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുവാൻ യേശുവിന് കഴിയും. പക്ഷെ ഒറ്റ പ്രശ്നം, യേശു പറയുന്നത് നമ്മളൊന്ന് വിശ്വസിക്കണം. നിങ്ങൾ ഇവർക്ക് കഴിക്കാൻ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ വരണ്ടുപോയി, അവർക്ക് ദേഷ്യമായിരിക്കും വന്നത്. പക്ഷേ ഈ പറയുന്ന ആളാരാ? ദൈവപുത്രനായ യേശു ക്രിസ്തു. പഴയ നിയമത്തിൽ എത്ര ലക്ഷം ജനങ്ങൾക്കാണ്, അതായത് മരുഭൂമിയിൽ വെച്ച് 40 വർഷം കൃത്യമായിട്ട് ആഹാരം ഈ പറഞ്ഞ പോലെ കൊടുത്ത വ്യക്തിയാണ് ഈ പറയുന്നത്, ദൈവമാണ് ഈ പറയുന്നത്. ഓർക്കണേ, പലപ്പോഴും ദൈവം നമ്മളോട് പറയുമ്പോൾ ഇത് ആര് പറയുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പുറകോട്ട് നോക്കി, മുന്നോട്ട് നോക്കി, വശങ്ങളിലേക്ക് നോക്കി, ഈ പറഞ്ഞ പോലെ ജനക്കൂട്ടത്തെ കണ്ടിട്ട് ഇത് വിജനമായ പ്രദേശമാണ്, സന്ധ്യയായി, പൈസയില്ല, ഇതൊക്കെയാണ് അവർ കണ്ടത്. പക്ഷേ അവർ നോക്കേണ്ടിയിരുന്നത് യേശുവിൻ്റെ മുഖത്തേക്കാണ്. പക്ഷെ അവർ യേശുവിൻ്റെ മുഖത്തേക്കൊഴികെ അവരുടെ അസാധ്യങ്ങളിലേക്ക് നോക്കി. ഇന്ന് നമ്മൾ നോക്കേണ്ടത് അസാധ്യങ്ങളിലേക്കല്ല, യേശുവിൻ്റെ മുഖത്തേക്കാണ്. ആരാണത് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടുവച്ചിട്ടായിരിക്കും അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നമുക്ക് വിശ്വാസത്തോടുകൂടെ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കാം. നമ്മുടെ ആ അല്പമുള്ളത് യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കാം. യേശു അത് അനുഗ്രഹമാക്കി തരും. നമുക്ക് മാത്രമല്ല, നമ്മൾ അനേകർക്കൊരു അനുഗ്രഹമായി. ആ പയ്യൻ അന്ന് ആയിരങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു. കൊച്ചു കുഞ്ഞുങ്ങളെ, നിങ്ങൾ അനേകർക്ക് അനുഗ്രഹമായി തീരും. നിങ്ങൾ യേശുവിൻ്റെ കയ്യിലേക്കൊന്ന് കൊടുക്കുമോ? നമുക്കുള്ളത് യേശുവിൻ്റെ കയ്യിലേക്കൊന്ന് കൊടുക്കാൻ കഴിയുമോ? സമൃദ്ധിയായിട്ട് ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.